ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറേ ദിവസമായി ഇങ്ങനെ കാറിലിരുന്ന് വീഡിയോ ഇട്ടിട്ട് ഞാനൊരു ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി തിരക്കിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സെലിം കുമാറേട്ടൻ്റെ വീടും പറമ്പും കാണിച്ചു തരുമോ എന്ന് പറഞ്ഞ് കുറേ പേരാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത്. അപ്പോൾ നമ്മുടെ സെലിം കുമാറേട്ടൻ്റെ വീടും ആ വീടിനകത്ത് എത്ര മുറിയുണ്ട്, നമ്മുടെ സെലിം കുമാറേട്ടന് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ സിനിമയിലാണ് അവാർഡ് കിട്ടിയത്, നമ്മുടെ സെലിം കുമാറേട്ടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് ഒന്നൊന്നായിട്ട് കേൾക്കണം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മുടെ സെലിം കുമാറേട്ടൻ്റെ വീട്. എന്നാൽ ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ, അതായത് ആ വീടിനകത്ത് എന്തൊക്കെയുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് പേഴ്സണലി ചോദിച്ചതാണ്, സെലിം കുമാറേട്ടൻ സമ്പന്നനാണോ, സെലിം കുമാറേട്ടൻ്റെ കയ്യിൽ മരിച്ചതിന് ശേഷം എത്ര പൈസ ബാക്കിയുണ്ട്, അതും അവർ തന്നെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഇതിനിടയിൽ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കാണുമ്പോൾ അറിയാൻ പറ്റും. 10-25 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ഫുള്ളായിട്ടും നമ്മുടെ സെലിം കുമാറേട്ടൻ്റെ വീടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ്. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. അതായത് ഇൻട്രോ വീഡിയോ ആണ്. എന്തൊക്കെയാണ് 26 മിനിറ്റ് കൊണ്ട് നമ്മൾ കാണിച്ചു തരുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു കട്ട് ആദ്യം നിങ്ങൾ കാണണം. അതിനുശേഷം ഞാൻ വിശദീകരിച്ചിട്ട് ഓരോ വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം. ഓക്കെ, ഇത് മൊത്തം തടിയാണോ? വാർത്തിട്ട് അതിന്റെ മുകളിൽ തടി പൊതിഞ്ഞേക്കുന്നു. തടിയുടെ പെയിന്റ് അടിച്ചേക്കുന്നോ? അല്ലല്ല, കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. ആ ഫ്ലഡ് വന്നപ്പോഴത്തേക്കും ഇതിന്റെ കഷ്ണങ്ങളൊക്കെ പോയി. അത് രണ്ടാമത് നല്ല രീതിയിൽ പൈസ മുടക്കണം. പാപ്പന്റെ കളസം കീറി മക്കളെ. എങ്ങനെയാണ് വരുന്നേ? നല്ല ചുള്ളനായിരുന്നല്ലോ, ഇന്ന് എന്ത് പറ്റി? ഓ, ചേട്ടൻ വാങ്ങിച്ചാണോ? ഞാൻ വിചാരിച്ചു ഇതിലൊരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവുമായിരിക്കും. എന്റെ അപ്പൂപ്പന ഒരു വാഴക്കുന്നുണ്ടായില്ല, അതാണ് നമ്മുടെ നാഷണൽ അവാർഡ്. കണ്ടോ, ഇതൊന്നും പുറത്തെടുക്കാറില്ലല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോഴത്തേക്ക് കാണിച്ചു. ആര് കാണാൻ? നാഷണൽ അവാർഡ് ഒഫീഷ്യൽ കാറ്റലോഗ് ആണ്. ഇതിന് എന്റെ മുഖചിത്രമാണ്. എവിടെ കണ്ടോ യേശു ക്രിസ്തുവിനെ പുറമെ പലരും തോന്നും ചിലപ്പോ. എന്റെ പ്രായമാണല്ലോ. ഓഫീസ് റൂമിൽ ഒരു നെറ്റിപ്പട്ടം ഉണ്ട്. അത് ഞാൻ നെറ്റിപ്പട്ടം ഉണ്ട്. കൈ കൊണ്ട് ഉണ്ടാക്കിയോ? കൈ കൊണ്ട് ഉണ്ടാക്കിയത്. ചേട്ടൻ ഇങ്ങനെയുള്ള പല കഴിവുകളുണ്ടോ? എന്നെ പൊണ്ടാക്കിട്ട് വാ ചേട്ടാ. വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് വിഷു കൈനീട്ടം തരുന്നില്ലേ? കൈനീട്ടം ചിലപ്പോ കിട്ടും. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് കണ്ടു നോക്കാം നമ്മുടെ സെലിമേട്ടൻ്റെ ആ വീടിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കെ. ഞാനിന്ന് എവിടെയാ നിൽക്കണേന്ന് അറിയോ? അതായത് മലയാളികളെ നല്ല ഗംഭീരമായിട്ട് ചിരിപ്പിച്ച, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ചിരിപ്പിക്കാൻ മാത്രമല്ല എനിക്ക് നന്നായിട്ട് കരയിക്കാനും അറിയാന്ന് പറഞ്ഞിട്ട് നന്നായി കരയിപ്പിച്ച, നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ച ഒരാളുടെ വീട്ടിലാണ്. ഒരു ലാഫിംഗ് വില്ലയിലാണ്. ഒരുപാട് കഥാപ്രസംഗം പറയാതെ ഞാൻ ഇങ്ങനെ മാറി തരട്ടെ. ഹലോ ചേട്ടാ, ഗ്ലാഡ് ടു മീറ്റ് യു. ഓക്കെ ചേട്ടാ, ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ആട്ടോ. അപ്പൊ ചേട്ടാ, ഞാൻ ഈ വീട് കാണാൻ വന്നേക്കുന്നതാണ്. 1-2 വർഷമല്ല ഗൈസ്, 6 വർഷം എടുത്ത് പണിത ഈ ഗംഭീര വീടിന്റെ മുക്കും മൂലയും പരിശോധിക്കാൻ എത്തിയേക്കുന്നതാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. പറഞ്ഞോ. താഴത്തുള്ള പരിപാടിക്ക് ഞാനുള്ളൂ. മുകളിലൊക്കെ ഞാൻ പാർക്കിന്റെ അന്ന് കേറിയാണ്, ഞാൻ കേറിയിട്ടില്ല. ചേട്ടാ, മോളിൽ എന്തൊക്കെയാ ഉള്ള ഇപ്പൊ അറിയാവോ? ഒന്നും അറിയില്ലല്ലേ? ഡോൺ വരി ചേട്ടാ, ഞാൻ മോളിൽ പോയി അന്വേഷിച്ചിട്ട് ചേട്ടനെല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ശരി, നമുക്ക് അകത്തേക്ക് അറിയാലോ. ഓക്കെ, എന്തുണ്ട് ചേട്ടാ വിശേഷം? സുഖല്ലേ? നല്ല വിശേഷം. വിഷു ഒക്കെ ആയിട്ട് എവിടം വരെ എത്തി? വിഷു വീടിന്റെ പടിക്കൽ വരെ എത്തിയോ? എന്ന് പറയാം. വിഷു ഇല്ല, വിഷു ആഘോഷിക്കുന്നില്ല. എന്റെ വീട്ടിൽ 2 മരണങ്ങളാണ് നടന്നത്. ഒന്നെന്റെ സഹോദരൻ, ഒന്നെന്റെ സഹോദരി. രണ്ടുപേര് മരിച്ചതിന്റെ പേരിൽ വിഷു ഒന്നും ഇല്ല. അങ്ങനെ മൊത്തത്തിൽ അത്ര സന്തോഷകരമല്ലാത്ത വിഷു ആണെങ്കിലും ചേട്ടന്റെ ബാക്കി വിശേഷങ്ങളിലേക്കോ കിടക്കാം. ഇത്രയും ഗംഭീരമായൊരു വീട്, 6 വർഷം എടുത്ത് പണി കഴിപ്പിച്ച വീട്, ഇത് എവിടെ നിന്നാണ് ചേട്ടൻ ഇത്ര ഐഡിയാസ് കിട്ടിയത്? ഞാൻ അതിന്റെ അകത്തേക്ക് കാണിച്ചു തരാം, നിങ്ങൾ ഞെട്ടും ഗൈസ്. ഓക്കെ, ബാക്കി ഞാൻ വെച്ച് തരാം. നമ്മുടെ സെലിമേട്ടൻ പറയുന്നുണ്ട് ജ്യേഷ്ഠനും പെങ്ങളും മരിച്ചു എന്ന്. പാവം, ഇന്ന് നമുക്ക് ആ ഒരു സെലിമേട്ടൻ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പുകൾ ഞാൻ വെക്കുന്നത്. നിങ്ങൾ എന്തായാലും ബാക്കിയും കൂടി കാണണം. ഓക്കെ, പണി കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിയാണ്. അത് ഏകദേശം മനസ്സിലായ ലക്ഷണം ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കഥ പറഞ്ഞ് നമുക്കിനി ഈ വീട് കാണണ്ടേ? വീടൊക്കെ നിങ്ങൾ അങ്ങനെ പറയല്ലേ ചേട്ടൻ. ഞങ്ങൾ വീട് പകുതി കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വിടുവന്നിരിക്കുന്നതായിരിക്കും. താഴത്തെ വീടൊക്കെ കണ്ടിട്ട് ഇത് ഏത് ഭാഗമായിട്ട് വരും ചേട്ടാ? ഇത് നടുമുറ്റം ഏരിയ ആയിട്ട് വരും. നടുമുറ്റത്തിൽ
നടുമുറ്റ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ എവിടെന്ന് കോപ്പി അടിച്ചോണ്ട് വന്ന ഐഡിയ? ഇത് കോപ്പി അടിച്ചതല്ല, പുള്ളി വരച്ചാണ്. ഇത് മൊത്തം തടിയാണോ? തടി പൊതിഞ്ഞേക്കാണത്. എന്ന് വെച്ചാൽ എന്താ തടിയുടെ പെയിന്റ് അടിച്ചേക്കുന്നോ? അല്ല, തടി പൊതിഞ്ഞ് സിമെന്റ് വാർത്തിട്ട് അതിന്റെ മുകളിൽ തടി പൊതിഞ്ഞേക്കുന്നു. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ തടി പൊതിഞ്ഞേക്കുന്ന ഈ ഏരിയയിലൊക്കെ ആ ഫ്ലഡ് വന്നപ്പോഴത്തേക്കും ഇത് എന്ത് സംഭവിച്ചായിരുന്നു? ഇതിന്റെ കഷ്ണങ്ങളൊക്കെ പോയി. അത് രണ്ടാമത് ചെയ്തു കൊടുത്തു. നല്ല രീതിയിൽ പൈസ മുടക്കണ്ടേ? നല്ല രീതിയിൽ പാപ്പന്റെ കളസം കീറിയ മക്കളെ. എന്താ അല്ലേ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയുകയാണ്, നല്ലോണം സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളും സങ്കടപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കണ്ടു നോക്കാം. എനിക്ക് പേഴ്സണലി CID മൂസ, പാണ്ടിപ്പട ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. സാരയില്ല ചേട്ടാ, പോട്ടെ, നമുക്ക് അടുത്തൊരു സിനിമയിൽ മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഇതോ ചേട്ടാ, ഇത് നല്ല ഭംഗിയായിട്ട് ഞാൻ കണ്ടപ്പോ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ആരാ ചെയ്തേ? ഇത് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ. ഇതാണ്. ഓ, അടിപൊളി. ഇത് എന്നിട്ട് ചേട്ടനോട് ഗിഫ്റ്റാണത്. ആലപ്പുഴ കയർ തൊഴിലാളികൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. ഇത് ഏകദേശം എത്ര വയസ്സുള്ള സലിംകുമാറായിട്ട് വരും? 12 കൊല്ലം മുമ്പുള്ളത്. അന്നെങ്ങനെയാണ് വരുന്നേ? നല്ല ചുള്ളനായിരുന്നല്ലേ, ഇന്ന് എന്ത് പറ്റി? ഇതെന്താ, ഇതിനകത്ത് മുറിയാണോ? തുറന്നു നോക്കട്ടെ. മുറിയുടെ മുന്നിൽ ആനയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മറ്റേ കൊത്തുപണിയല്ലേ? ഇതൊക്കെ എത്ര ദിവസം എടുത്തു ചേട്ടാ? കൊത്തുപണിക്ക് എത്ര ദിവസം എടുത്ത്? അതൊന്നും നോക്കാൻ പോയില്ലേ. ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി. അതല്ലേ, വാ നമുക്ക് വീട്ടിൽ നിന്ന് മുറിയുടെ അകത്തേക്ക് കയറാം. ഇതാണ് ചേട്ടന്റെ മുറി. ഓക്കേ. ഈ മേശയ്ക്ക് ഏതെങ്കിലും ഒരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവില്ലേ? നല്ല പഴക്കമുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഈ മേശ നല്ല പഴക്കമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം അതൊന്നും എനിക്കറിയില്ല. ഒരു 100 വർഷം ഉണ്ടാവും അല്ലേ? ഇത് ആന്റി കളക്ടറായിട്ട് വാങ്ങിച്ചാണ്. ഓ, ചേട്ടൻ വാങ്ങിച്ചാണോ? ഞാൻ വിചാരിച്ചു ഇതിനൊരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവുമായിരിക്കും. എന്റെ അപ്പൂപ്പന ഒരു വാഴക്കൊന്നും ഉണ്ടായില്ല. ഞാനൊക്കെ അപ്പൂപ്പൻ. ഓക്കെ, ഇതാണ് ബെഡ്റൂം. മുറിയാണ്. മുറിയാണത്. ഓക്കെ, ഇത് ഏത് മോന്റെ? ഇളയ മോന്റെ? ഇളയ മോന്റെ. അതാണ് അവന്റെ സാമ്രാജ്യം. ഇതിനകത്തേക്ക് പഠിക്കാൻ പോയിക്കാണ്. ഇളയ മോൻ എന്ന് പറയുന്നത് നമ്മുടെ BA കഴിഞ്ഞ ആള്. ബികോം കഴിഞ്ഞ ആള്. ഇതെന്താ? ഓ, വെയിറ്റ് നോക്കണൊക്കെ ഉണ്ട്. ജിമ്മിന്റെ അസുഖമുള്ള മകന്റെ ഇതിനകത്തൊന്ന് കയറി ചേട്ടാ. ചേട്ടൻ എത്ര കിലോ ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നേരെ ഞാൻ നോക്കിട്ട് പറയാം. ചേട്ടൻ 77 കിലോ ഉണ്ട്. ഇതൊക്കെ അറിയായിരുന്നോ? ഞാനും ഒന്ന് കയറി നോക്കട്ടെ ഞാൻ എത്ര കിലോ ഉണ്ടെന്ന്. 55. ഇത്ര കറക്റ്റ് അല്ല, കാരണം ഞാൻ 1 കിലോ കുറവായിരുന്നു ഇന്നലെ വരെ. ഇന്ന് ഇവിടെ വന്ന ജ്യൂസ് അത് മാത്രമേ ഇതുവരെ കുടിച്ചിട്ടുള്ളൂ. ഇനി ചേച്ചിയുടെ ചോറ് കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ കേട്ടാ. എന്താ അല്ലേ, കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ബാക്കി വെച്ച് തരാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ടാ പോകുന്നേ? ഓക്കെ ചേട്ടാ, ഈ അവാർഡുകളൊക്കെ കാണാതെ നമുക്ക് എന്താ ആഘോഷം ചേട്ടാ? ഇവിടെ നിന്നിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങും ചേട്ടാ? നാഷണൽ അവാർഡിൽ നിന്ന് തുടങ്ങണോ, സ്റ്റേറ്റ് അവാർഡിൽ നിന്ന് തുടങ്ങണോ, അതോ മൊത്തത്തിൽ നിന്ന് തുടങ്ങണോ? ഇനി പതക്കത്തിൽ നിന്ന് തുടങ്ങാം. പതക്കം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പതക്കമൊക്കെ രാഷ്ട്രപതിയാണ് ഇട്ട് തന്നേ. ഇതൊന്നും പുറത്തെടുക്കാറില്ലല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോഴത്തേക്ക് കാണിച്ചു. അതാണ് നമ്മുടെ നാഷണൽ അവാർഡ്. കണ്ടോ? ഇതുപോലെയാണ് തിരിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത് ആ സമയത്തൊക്കെ എന്തായിരിക്കല്ലേ ചേട്ടനൊരു സ്വയം ഒരു ഗമ തോന്നിയ നിമിഷങ്ങളല്ലേ? സന്തോഷം തോന്നി, അഭിമാനം തോന്നി. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ബഹുമാനം. ഇതിനകത്തൊരു തേളൊക്കെ ഇരിക്കണ്ടല്ലോ ചേട്ടാ, അതെന്താ? ആരെങ്കിലും തന്നായിരിക്കും. ആണോ? ഇതേ ഇങ്ങനെ വെക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇപ്പൊ ഇത് പഴയ വീട്
താമസ സമയത്ത് വാങ്ങിച്ചാണ് ഞാൻ. ഈ തേളുകളുടെ ഭയങ്കര ഇഷ്ടം എനിക്കത്. കണ്ട ഈ തേള് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും വെച്ച് വേണമെങ്കിൽ തേളിന്റെ അറ്റത്ത് ഇവിടെ താക്കോലൊക്കെ. അതെ 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 അങ്ങനെയൊക്കെ അങ്ങനെ ഉദ്ദേശിച്ച് വാങ്ങിച്ചാണ്. ഒന്നും നടന്നില്ല, അത് വെക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് മുറിയുടെ ഇതിനകത്ത് കയറിയിരിക്കട്ടെ. ഓക്കെ, നമുക്ക് നാഷണൽ അവാർഡുകൾ കഴിഞ്ഞു. നാഷണൽ അവാർഡ് കഴിഞ്ഞ സ്ഥിതിക്ക് നാഷണൽ അവാർഡിന്റെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. സർട്ടിഫിക്കറ്റ് അല്ലേ നമ്മുടെ നാഷണൽ അവാർഡ് പലർക്കും കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അല്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തുറക്കാൻ അതിന്റെ ആ പച്ച പുസ്തകം എടുക്കും, നാഷണൽ ഫിലിം അവാർഡ് അതെടുക്കുക. ഓക്കെ, എന്താ ഇത് ഈ നാഷണൽ അവാർഡിന്റെ ഒഫീഷ്യൽ കാറ്റലോഗാണ്. ഇതിന് എന്റെ മുഖചിത്രമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു എന്റെ ബെഞ്ചില്. അപ്പൊ ഞാനും ധനുഷും അടുത്തടുത്താണ്. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ ഞാനാണ് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ അറിയാമോ, ഈ നാഷണൽ അവാർഡ് കിട്ടിയ ആൾക്കാരിലൊക്കെ പടം ഉണ്ടാവും വിളിച്ചിട്ട് നോക്കുമ്പോ അപ്പുറം ഇന്ദ്രൻസേൻ ഉണ്ട്. ഇന്ദ്രൻസേനെ പൊക്കി കാണിച്ചു. അങ്ങനെ പടം ഇടുന്നുണ്ട്. സാധാരണ ഇവരുടെ ഈ പടമില്ലേ, ഇതാണ് മോഹിത്രോട്ട് വരാറുള്ളത്. ഇങ്ങനെ നടന്റെ പടമുള്ളത് ആദ്യമായിട്ടാണ്. അതിന്റെ ഞാൻ സൂക്ഷിച്ചാണ്. പിന്നീട് ചേട്ടൻ അവിടെ ആരോടെങ്കിലും അന്വേഷിച്ചു. അപ്പൊ ഈ ആ തവണത്തെ കാറ്റലോഗില് തീരുമാനിച്ചതാണ്. ഓ അടിപൊളി അടിപൊളി. എവിടെ കണ്ടോ യേശു ക്രിസ്തുവിനെ പറഞ്ഞു പലരും തോന്നും ചിലപ്പോ. എന്റെ പ്രായമാണല്ലോ. മൂന്നാല് പേരുടെ നിരന്ന് നിൽക്കണ്ടല്ലോ. 5 സ്റ്റേറ്റ് അവാർഡ് 4 ഉള്ളല്ലോ. ഇതുണ്ടല്ലേ പരുന്ത്, അത് സ്റ്റേറ്റ് അവാർഡാണ്. ഇതോ? ആ ശരി കേട്ടോ. ബെസ്റ്റ് ആക്ടർ ടെലി സീരിയൽ പരേതന്റെ പരിഭവങ്ങൾ. ബെസ്റ്റ് ടെലിവിഷൻ ആക്ടർക്കുള്ള സ്റ്റേറ്റ് അവാർഡാണ്. നമ്മൾ വിചാരിക്കണമല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ്. പരേതന്റെ പരിഭവങ്ങൾ ഏത് വർഷത്തിലാ? 2013. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്തതാണ്. ആദാമിന്റെ മകൻ അബു, അച്ഛനുറങ്ങാത്ത വീട്, കറുത്ത ജൂതൻ, അയാളും ഞാനും തമ്മിൽ 4 ഇരിക്കുന്നുണ്ട്. കറുത്ത ജൂതൻ കഥാകൃത്തിനുള്ള അവാർഡാണ്. ശരിയാണ്. എന്താ അല്ലേ, നമ്മൾ വിചാരിച്ചത് മുമ്പൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സലിം കുമാറിൻ്റെ പടം കാണുമ്പോൾ എന്താ ഒരു കോമാളി വേഷം, എന്താ ഒരു കോമഡി വേഷം, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സലിം കുമാർ തന്നെ എഴുതി തയ്യാറാക്കുന്ന സിനിമയാണ്. നിങ്ങൾ നോക്കൂ എവിടെ എത്തിയല്ലേ. ഓക്കെ, നമുക്ക് ബാക്കി കണ്ടു നോക്കാം. ചേച്ചി പറയാ ഈ പെങ്കൊച്ചി ഇതെല്ലാം എടുത്ത് പുറത്തിട്ടെന്ന് പറയും. ഈ മാവേലി കൊമ്പത്ത്, ഓ എന്റെ പൊന്നേ, അതിനകത്ത് ശനിവേട്ടനൊക്കെ നോക്ക്. ഇതിന്റെ കഥ എന്താ? ഇതിന്റെ ഒരു കഥയില്ല, 3-ാം ഭാഗമല്ല, അത് 10-ാം ഭാഗം. 10-ാം ഭാഗമായപ്പോ നാഷ് കുറച്ച് കാശ് കിട്ടി, അങ്ങനെ ഇത് തന്നാണത്. ഇവിടെ ഉണ്ടല്ലോ കുറെ അവാർഡുകൾ. പറക്കം തളിക, ഇതൊക്കെ സിനിമ അവാർഡുകളൊക്കെ തന്നെയാണ്. മറ്റേ സ്റ്റേറ്റ് അവാർഡ് ആൻഡ് പോയൊക്കെയാണ്. തിളക്കം. ഇനി കുറച്ചേരം ഇരിക്കാം നമുക്ക്. പിന്നെന്താ, എന്തൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇതെന്താണെന്നറിയോ? ഇത് ചേച്ചി പറഞ്ഞു തന്നു. ഇതാണ് എന്താ ചേട്ടാ? ഇതിനെയാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ മിറക്കിൾ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു നാരങ്ങ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്നാ ആണല്ലേ. അപ്പൊ ആദ്യം നാരങ്ങ കഴിക്കാൻ പുളി, അതെനിക്ക് അറിയാം, സ്വന്തമായിട്ട് അറിയാം. ഓ ഇതാരാ വരച്ചേ? ഇത് ഡാവിഞ്ചി സുരേഷ് എന്ന് പറഞ്ഞ. ഓ ഡാവിഞ്ചി സുരേഷാണ് പുറത്ത് നമ്മുടെ തവളേനെ ഉണ്ടാക്കിയത്. അവൻ തന്നെ, അവനായിരുന്നു ആർട്ട് ഡയറക്ടർ കറുത്ത യൂതന്റെ. ഓ അങ്ങനെ ചെയ്തത് നല്ലേ. ഇത് കറുത്ത യൂതന്റെ സംഭവമാണ്. പാവം നമ്മുടെ സലിം കുമാർ ഏട്ടന് നിൽക്കാൻ വയ്യ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്തും അദ്ദേഹം ഇരിക്കുകയാണ്. ഓക്കെ, ബാക്കി കണ്ടു നോക്കാം. ഈ ചെടിയെ കുറിച്ച് ഇതുവരെ ഞാൻ ഒരു സ്ഥലത്ത് കേട്ടിട്ടില്ലല്ലോ. ആണോ?
പുറത്തുണ്ടോ? വീട്ടിൽ പോകുമ്പോൾ പുറത്തേക്കണേ കുറച്ച്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. എവിടെ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടുവരും. ആണോ? ഇതെന്താ ചേട്ടാ ഈ വേൾഡ് മലയാളി കൗൺസിൽ ചേട്ടൻ എന്തോ കത്തിയൊക്കെ തന്നേക്കണ? അത് മസ്കറ്റില്ല, വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്വീകരണം. നമുക്ക് വീട് ബാക്കി കാണണ്ടേ? ഇനി എവിടെ കാണാനുള്ളത്? ഇനി മുകളിലേക്ക് അടുക്കള വേണോ? മറന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഞാൻ മറന്നുപോയി. എന്താണെന്നറിയോ, എനിക്ക് എത്ര താല്പര്യമില്ലാത്ത മേഖലയാ. നമുക്കൊന്ന് കണ്ടിട്ട് എനിക്ക് എത്ര താല്പര്യമില്ല. നിവൃത്തികേട് കൊണ്ടുള്ള കാരണമേ ഉള്ളൂ. ഹസ്ബൻഡാണ് കാരണം. അങ്ങനെ വേണേ പറയാം. ബാ ചേട്ടാ, നമുക്ക് അടുക്കള കാണാം. ബാ. അപ്പൊ ചേട്ടാ ഇതാണ് നമ്മുടെ അടുക്കള അല്ലേ? ഇത് ചേട്ടന്റെ മകന്റെ വിഹാര കേന്ദ്രമാണെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. ആണോ? ഇവിടെ നിങ്ങൾ എന്താ ഉണ്ടാക്കാറുള്ളത്? അലുവയോ? അലുവ ഉണ്ടാക്കും, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, ഞാൻ അച്ചാറുണ്ടാക്കും. അങ്ങനെ ആണ്. ഇതിനകത്ത് എന്താ ഉണ്ടാക്കാറുള്ളത്? ഈ ഓവൻ കേക്ക് ഉണ്ടാക്കും. കേക്കോ? ചേട്ടൻ ഉണ്ടാക്കും ഇതൊക്കെ? ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ശരി. ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന എന്താ? ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം ഞാൻ ഉണ്ടാക്കും. ഓ ഗംഭീരം ഗംഭീരം. ഈ അച്ചാർ കഴിച്ചില്ലേ? അച്ചാർ കഴിച്ചു. പക്ഷെ അച്ചാറിന് വല്ല മാറ്റം മധുരമാണ്. മധുരമായി പോയില്ലേ? മറ്റേ നമ്മൾ ആദ്യം മറ്റേ എന്തെന്നാ മിറക്കൽ ഫ്രൂട്ട് കഴിച്ചു. മിറക്കൽ ഫ്രൂട്ട്. അതുകൊണ്ട് മൊത്തത്തിൽ മധുരമാണ്. അച്ചാറിനും മധുരം. എന്നാൽ ആ ഫ്രൂട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചേട്ടാ കേൾക്കുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്ന പലതും ഉണ്ടാവൂല. അതല്ലേ? എനിക്ക് അടുക്കള വേറെ എന്തൊക്കെയുള്ള ഇവിടെ ഒന്നല്ല, രണ്ട് അടുക്കളയുണ്ട്. രണ്ട് അടുക്കള കാണണ്ടേ? ബാ അതോടെ നോക്കിട്ട് വരാം. ഇതൊരു അടുക്കളയാണ്. ഇതാണ് രണ്ടാമത്തെ അടുക്കള അല്ലേ? CCTV ഉള്ള അടുക്കള. അതെന്താ ചേട്ടാ CCTV വെച്ചേക്കണ അടുക്കള? അത് ഉള്ളത് പറഞ്ഞല്ലോ. കേട്ടാ മതി. നമ്മളെങ്ങനെ പറയൂന്ന് അറിയാതിരിക്കുകയായിരുന്നു. ചേട്ടൻ സ്വന്തമായിട്ട് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ഗാർഡനിങ് ഒക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. CCTV കമ്പൽസറി ആണ്. എവിടെ? വീട്ടിലോ? കമ്പൽസറി ആണ്. ഇവിടെ മത്സ്യത്തിന് വളർത്തുന്നുണ്ട്, അക്വാപോണിക്. അപ്പൊ അക്വാപോണിക് ചെയ്യുമ്പോ ഗവൺമെന്റിന് നിർബന്ധമായിട്ട് CCTV വെച്ചിരിക്കണം. ഓ അങ്ങനെ ഉണ്ടോ? എന്നിട്ട് അതുണ്ട്. ശരിയാ ശരിയാ. അവിടെ CCTV വെച്ചിരിക്കണം. അല്ലാണ്ട് കാശിന്റെ മുതൽ ചുമ്മാ. എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. അത് വേറെ കഥ. തിരിച്ചങ്ങോട്ട് പോവാം. നമ്മൾ ഈ അടുക്കളയിലേക്ക് തിരിച്ചു വന്ന എന്താണെന്നറിയോ, ഇവിടെ ഞാൻ നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് സാധനം കാണിക്കാൻ മിസ്സായി പോയി. അതായത് ചേട്ടനോട് സ്വന്തമായിട്ട് അച്ചാറും കേക്കും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് വെറും ഡയലോഗടിയല്ല. അത് ഇഷ്ടംപോലെ അച്ചാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ മുന്തിരിങ്ങ ഉണക്കി വെച്ചേക്കുന്നത്. അതെന്തിനായിരുന്നു ചേട്ടാ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരിക്കലും നല്ല മുന്തിരി കിട്ടില്ല. അതുകൊണ്ട് ചേട്ടൻ അങ്ങ് ഉണക്കി വെച്ചാണോ? ഇതെങ്ങനെ ഉണക്കിയ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണക്കാനൊന്നുമില്ല. ഇത് കടയിൽ പോയി വാങ്ങിക്കാം. അയൺ ചെയ്തോ? കടയിൽ പോയി വാങ്ങിക്കാം. മുന്തിരി വാങ്ങിക്കാം. ഉപ്പ്, വിനാഗിരി ഇത്ര സാധനം ഇട്ടിട്ട് അരമണിക്കൂർ വെക്കാം. എന്നിട്ട് ആവി ഒഴിക്കണം. വെളുത്തിട്ടാ ഒരു 3-4 ദിവസം ഉണങ്ങുന്നത്. എന്നിട്ട് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? വെറുതെ ഇങ്ങനെ കഴിക്കാനോ? ബിരിയാണി ഇടാം, കേക്ക് ഉണ്ടാക്കുമ്പോ ഇടാം. നമ്മളുണ്ടാക്കുന്ന ഇതല്ലേ? അത് ശരിയാ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത് ശരിയാട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മുന്തിരി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ? അതുപോലെ അച്ചാറൊക്കെ നിങ്ങൾ വിചാരിക്കില്ലേ മാങ്ങയാണ് ചക്കയാണ്? അതൊന്നും അല്ല. ഇവിടത്തെ വേറെ പ്രത്യേകതരം ഫ്രൂട്ടാണ്. ലെമൺ വൈൻ. കൊള്ളാം. ഇല്ല, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. ഇതൊക്കെ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് ടെസ്റ്റഡ് ആൻഡ് മറ്റേ ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എന്തായാലും നമ്മുടെ സെലിമേട്ടൻ ബിരിയാണി വെക്കും, അച്ചാറുണ്ടാക്കും. ഇതൊക്കെ വെക്കുന്നത് ഇത് കണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും സെലിമേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഓരോന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കണ്ടു നോക്കാം. ബീഫ് അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ലെമൺ വൈൻ, മാങ്ങയുണ്ട്, 5 തരം അച്ചാറുകളുണ്ട്. അത് മതിയല്ലേ? വിഷുവിന് എല്ലാവരും വരുമോ? മക്കൾ രണ്ടുപേരും വരുമോ ഇവിടേക്ക്? വേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോമഡികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് ഞാനൊക്കെ എന്നെ പോലെയുള്ളവരൊക്കെ വന്നിട്ട് അതിഗംഭീരമായ കോമഡികളൊക്കെ പറഞ്ഞിട്ടും ചിരിക്കാതെ നിന്ന അവസരങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതേ എക്സ്പ്രഷൻ ഇട്ടിങ്ങനെ നിന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ? എനിക്ക് കോമഡിയാണെന്ന് തോന്നട്ടെ. അത് വേണം. ആണ്. പക്ഷെ അങ്ങനെ ചിരിക്കാതെ നിന്ന ആൾക്കാരെ എളിബരാക്കിയിട്ടുണ്ടോ? ഒരുപാട്.
ഓ പാവങ്ങളുടെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. ചിരി വരാഞ്ഞിട്ടാണ്. ആണ്. ഞാൻ കൊച്ചു കാര്യം കാണിച്ചിരിക്കുന്ന ആളാണ്, പക്ഷേ ചിരി വന്നില്ലെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. ചെറിയ എപ്പോഴെങ്കിലും ഒരു ആത്മകഥ എഴുതാനൊരു പ്ലാൻ ഉണ്ടോ? അടുത്ത മാസം ഇറങ്ങും. അടുത്ത മാസം ഇറങ്ങോ? ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആത്മകഥ എന്ന് പറയാൻ പറ്റില്ല, ജീവിതാനുഭവം. ജീവിതാനുഭവം എന്ന് പറഞ്ഞോണ്ടാ. അത് കറക്റ്റാ. ബുക്കിന്റെ പേരെന്താ? ഈശ്വര വഴക്കില്ലല്ലോ. ഈശ്വര വഴക്കില്ലല്ലോ. അതെ. അതെന്താ അങ്ങനെ ഒരു പേരിടാൻ കാര്യം? അങ്ങനെ ഒരു വ്യത്യസ്ത ഇരിക്കണം വെച്ചിട്ട്. ഈശ്വരനോട് യാതൊരു വഴക്കുമില്ല, അത്രേ ഉള്ളൂ. അത് ഏതായാലും ചേട്ടാ, ഇനി ഞങ്ങൾ ബാക്കി ഭാഗം വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ തീർത്തു. ഞങ്ങളെങ്കിൽ മുകളിലത്തെ ഫ്ലോറിലേക്ക് ചെല്ലട്ടെ. ഞാൻ വന്നില്ല, എന്റെ കൂട്ടുകാരിന്റെ ആർപ്പിന്റെ അന്ന് കേറിയാണ് ആൾക്കാരെ കൊണ്ട്. പിന്നെ ഇതുവരെ കേറിയിട്ടില്ലല്ലോ. എനിക്ക് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് പറഞ്ഞു തന്നെ. ഇതൊക്കെ തന്നെ, അല്ലാണ്ട് വേറൊന്നുമില്ലല്ലേ. അങ്ങ് കേറി ചെല്ലുമ്പോൾ ഒരു മുറി കാണും, അതാണ് മൂത്ത മകന്റെ മുറി. അല്ല, കേറി ചെല്ലുമ്പോ അവന്റെ മുറി അവിടെ പോയിട്ട് അങ്ങോട്ട് പോണം. ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ആ മുറി കാണാൻ അവിടെ വേറെ മുറിയൊന്നുമില്ല. പിന്നെ ഒരു തിയേറ്ററാണ്, ഹോം തിയേറ്റർ. അതിപ്പോ വർക്ക് ചെയ്യണില്ല, ഹോം തിയേറ്റർ ആണ്. അത്ര ഉണ്ടോ അവിടെ? ഞാനൊന്ന് പോയി കേറിട്ട് വരട്ടെ. അതൊക്കെ മയിലാണ്ടത്. ഇരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞ മയിലും കുയിലും ഒക്കെ കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒന്നും ആലോചിക്കാനേ പറ്റില്ല ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. ബാ നമുക്ക് വോളിപ്പോയി നോക്കാം. ഇവിടെയൊക്കെ നിറച്ച് പടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ വീട് തന്നെയാണോ? ഈ വീട് തന്നെ ആണോ? ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ കാണാൻ വേണ്ടി. ആരാ അത്? ഷേണായി എന്ന് പറഞ്ഞ ആള്. ആണോ? ഷേണായി കൊച്ചിയിലുള്ള ആർട്ടിസ്റ്റ് ആണ്. ഇതോ? അത് ഞാൻ കാശിപ്പുറത്ത് വെച്ചാണ്. ഓക്കെ, നമുക്ക് മുകളിൽ എന്തൊക്കെയുണ്ട് അത് കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സലീമേട്ടനെ കാണുമ്പോൾ അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കണ്ടു നോക്കാം. വരൂ ഗൈസ്, ഇതാണ് ചേട്ടൻ നമ്മളോട് ആദ്യം പറഞ്ഞ ലൈബ്രറി. അതാണ് ആദ്യം നമുക്ക് നോക്കാം. ചേട്ടൻ വായിക്കുന്ന പുസ്തകങ്ങൾ, ഒരാൾ വായിക്കുന്ന പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവുമെന്ന് നമുക്ക് നോക്കാം. ത്രിഭാഷാ വ്യാകരണ മഞ്ജരി, യോഗ ഉണ്ടായിരുന്നു, കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, അഥർവേദം, യജുർവേദം വേണ്ട, ബുദ്ധിമുട്ടാണ്. നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് പോവാം. ഇതാണ് സലീമേട്ടൻ പറഞ്ഞ പൂജാമുറി. വരൂ വരൂ, പൂജാമുറി കാണൂ. അത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മൾ താഴേന്ന് നോക്കിയപ്പോൾ കണ്ട ആ ബാൽക്കണി. പിന്നെ ഇത് നമ്മുടെ മൂത്ത പുത്രൻ്റെ മുറിയാണ് ഇനി ഇവിടെ ഉള്ളത്. ആ മുറിയിലും കൂടെ ഒന്ന് കയറി നോക്കാം. നമ്മുടെ നാഷണൽ അവാർഡ് വിന്നർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഓക്കെ, വിശാലമായ ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെ ഉണ്ട്. ഇതാണ് മുറി. ഈ മുറിയിൽ ആൾതാമസമില്ല. എല്ലാം ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ബാൽക്കണി, മുറി. നടന്നു വന്ന വഴിക്ക് കണ്ടുമുട്ടിയ ഒരു പരിചിതക്കാരനാ. ഇതാരാന്ന് ചോദിച്ചപ്പോൾ ശരീവേട്ടൻ പറഞ്ഞാൽ എനിക്കൊരു അറിവില്ല, അവിടെ ഇരിക്കുന്ന ആരെയായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. ഇതാണ് പുള്ളി. കണ്ടിട്ടൊരു ജപ്പാൻ അമ്മൂമ്മയെ പോലെ ഉണ്ട് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. വേറെ ഒരു മുറിയും കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ ആക്ച്വലി 2 മുറിയുണ്ട് മോഡല്. ആ മുറിയാണ് ഈ മുറി. അപ്പോൾ ഈ മുറിയിൽ നമുക്ക് ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ മുകളിൽ നമ്മൾ 2 മുറി കണ്ടു, ഒരു പൂജാമുറി കണ്ടു, ഒരു ലൈബ്രറി കണ്ടു, ഒരു ഹാള് കണ്ടു, പുറത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ കണ്ടിരിക്കുന്ന ഒരു ബാൽക്കണിയും ഉണ്ട്. ഇത്ര ബാൽക്കണിയിൽ നിറച്ച് തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ വേറെ എന്തോ ഒരു സ്ഥലവും കൂടെ ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. ഇവിടെ ഒരു നല്ല ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് സുഖമായിട്ട് കാറ്റുകൊണ്ടൊക്കെ ഇരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് പുസ്തകം വായിക്കാം, പാട്ട് കേൾക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ. ഒരു അടിപൊളി വീടും കണ്ടില്ലേ. ഇനി നമുക്ക് താഴത്തേക്ക് പോയി ചേട്ടനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ചേട്ടനോട് ചോറുണ്ടോളാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ വലിയ ഗംഭീരമായ സാധനം, ഇവിടെ ആ ഗംഭീരമായ പിക്ചർ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസിൽ നിന്ന് സലീമേട്ടന് നാഷണൽ അവാർഡ് കിട്ടുന്ന പിക്ചർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാനുള്ള കാര്യങ്ങൾ. എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ഹാപ്പി ആയല്ലോ അല്ലേ? ഞങ്ങൾ ഇനി താഴത്തേക്ക് ചെല്ലട്ടെ, അവിടെ എന്താ സംഭവിക്കണേ നോക്കട്ടെ.
എല്ലാരോടും ചേട്ടൻ അന്വേഷണം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചേട്ടാ ഒരു മുറി എന്നാണല്ലോ പറഞ്ഞത്, ഞാൻ 2 മുറി കണ്ടല്ലോ. 2 മുറി കണ്ടല്ലോ, മോന്റെ മുറിയും പിന്നെ ഒരു മുറിയും കൂടെ കണ്ടല്ലോ ഇവിടെ അല്ലേ? അത് തിയേറ്ററാണ്. അതിപ്പോ അത് ഹോം തിയേറ്റർ ഇതാക്കി ഇട്ടേക്കുന്നതാണല്ലേ. അതെന്താ ചെയ്യാത്ത? ആർക്കും താല്പര്യമൊന്നുമില്ല. ആണോ? ആദ്യത്തെ ആവശ്യം മാത്രം ഉണ്ടായുള്ളത്. പലതും ആദ്യ ആവശ്യത്തിന് കെട്ടുപോയി പലതും ഉണ്ട് ഇതിനകത്ത്. ഓഫീസ് റൂമും ഓഫീസ് റൂം ഉണ്ട്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം ചേട്ടാ. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഓഫീസ് റൂമിൽ ഒരു നെറ്റിപ്പട്ടം ഉണ്ട്. ഓക്കെ, നല്ല രസകരമായിട്ടാണ് കണ്ടത്. നമ്മുടെ ഇനിയിപ്പോൾ അതായത് ഇപ്പോൾ ജനിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ചിട്ട് 4-5 വയസ്സായിട്ടുള്ളവർക്കൊക്കെ സലീം കുമാർ ആരെന്ന് അറിയത്തില്ല. ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ നിൽക്കും. അവരൊക്കെ കണ്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ചിരിപ്പിച്ച നല്ലൊരു നടനാണ് സലീം കുമാർ. ഇനി അങ്ങനെ ഒരു പകരക്കാരില്ല. ഇപ്പോൾ കൊച്ചിൻ ഹനീഫയാണെങ്കിലും ഈ പറയുന്ന സുരാജ് വെഞ്ഞമ്മൂർ, പിന്നീട് വരുന്ന ഇപ്പോൾ നിലവിൽ ജീവിച്ച് ഉള്ള ആൾക്കാരും മരിച്ചവരും ഇനി വരാനില്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി വരാനില്ലെന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ ഇപ്പോൾ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് കണ്ടു തീർന്നാൽ മതി എന്നാക്കി നമ്മൾ അങ്ങനെയാണ്. രണ്ടാമതൊരു സിനിമ, നിലവിലെ സിനിമ നമുക്ക് 2020, അതായത് 2020 ശേഷം ഇപ്പോൾ 2026 വരെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ നമുക്ക് ഒരു പ്രാവശ്യമേ കാണാൻ കൊള്ളത്തുള്ളൂ. നേരെ മറിച്ചിട്ട് പണ്ടത്തെ സിനിമ 2003, 2005, 2007, 2010 ഇപ്പോൾ CID മൂസ ഇപ്പോഴൊന്നും ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു റീൽസൊക്കെ. അപ്പോൾ CID മൂസ, പാണ്ടിപ്പട, പണ്ടത്തെ സിനിമയൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിൽ പണ്ടത്തെ സിനിമ വേറെ ലെവലാണ്. ഇപ്പോൾ പുതിയൊരു പടം ഇറങ്ങി, മറ്റേ മമ്മൂട്ടിയുടെയും മോഹൻലാലും ഒക്കെ ഒരുമിച്ചിട്ടുള്ള പടം നോക്കാൻ പറ്റുന്നുണ്ടോ?